അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് രാജ്യവ്യാപകമായി ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധമുണ്ട്. ഡൽഹിയിലെ പ്രതിഷേധം അത് अरविंद केजरीवाल जी के घर वालों को हाउस अरेस्ट किया हुआ है। अरविंद केजरीवाल जी की माताजी एक दिन पहले अस्पताल से आई हैं, बेटे को अरेस्ट कर लिया, घर वालों को किसी से मिलने नहीं दिया जा रहा, शांतिपूर्ण प्रोटेस्ट रोका जा रहा है। आईटीओ पे हम जा नहीं सकते, 1 मिनट आईटीओ पे आते हुए हुआ और उठा के पुलिस वाले हमको फेंक रहे हैं। पूरी तानाशाही है, सिर्फ और सिर्फ लोकसभा चुनाव जीतने के लिए ये तानाशाही की जा रही है। लोग जहां पे भी होंगे वहां पे प्रोटेस्ट करेंगे। ये प्रोटेस्ट रुकेगा नहीं, कभी भी दमन करने से क्रांति नहीं रुकी है। जितना भी प्रधानमंत्री दमन करेंगे क्रांति और बढ़ेगी। एक एक गली में, एक एक मोहल्ले में केजरीवाल पैदा होंगे। दुनिया के अंदर नंबर 1 ट्रेंड आई स्टैंड विद केजरीवाल चल रहा है पूरी दुनिया के अंदर। इससे बात साफ है कि लोग व्यथित हैं, लोग दुखी हैं। किस तरीके से केंद्र सरकार गुंडागर्दी करके हमको कुचलने की कोशिश कर रही है। जिस पार्टी को कहा जाता था कि सबसे छोटी पार्टी है, सुपारी जितनी छोटी पार्टी है, उस पार्टी को दमन करने के लिए, कुचलने के लिए രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. രാകേഷ്, ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പുതിയ ആരോപണം കെജ്രിവാളിന്റെ കുടുംബത്തെ പോലും തടവിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കെജ്രിവാളിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് പറയുന്നു. പ്രതിഷേധം വ്യാപിക്കുകയാണോ രാജ്യവ്യാപകമായി? രഞ്ജിത്ത്, പ്രതിഷേധം കടുപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി. പ്രത്യേകിച്ച് ഡൽഹിയിലെ ITO കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം നടക്കുന്നത്. ITO ഡൽഹിയിലെ പ്രധാനപ്പെട്ട നഗരമാണ്. ഇവിടെയാണ് നൂറുകണക്കിന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ സംഘടിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ITOയിൽ നിന്ന് മീറ്ററുകൾ അകലെ മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനം. ആ ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനം കഴിഞ്ഞാൽ BJPയുടെ ആസ്ഥാനമായി. അപ്പോൾ അവിടേക്ക് ITOയിൽ നിന്ന് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്കും അവിടെ നിന്ന് BJP ഓഫീസിലേക്കും മാർച്ച് നടത്താനായിരുന്നു പ്രവർത്തകരുടെ തീരുമാനം. ഏതായാലും പ്രവർത്തകർ എത്രയുണ്ടോ ഏതാണ്ട് അത്ര തന്നെ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥരും അവിടെ സുരക്ഷയ്ക്കായി ഈ മാർച്ച് തടയാനായി നിലയുറപ്പിച്ചിരുന്നു. തുടർന്ന് ഇപ്പോൾ പ്രവർത്തകരെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മാർച്ച് അനുവദിക്കാതെ അവരെ അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ITO ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘർഷ സമാനമായ സാഹചര്യമാണ്. ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത ബസ്സിൽ കൊണ്ടുപോകുന്നതിൽ സൗരവ് ഭരദ്വാജ് അടക്കമുള്ള മന്ത്രിമാരും ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗുരുതരമായ ആരോപണം ഏതായാലും ഇപ്പോൾ സൗരവ് ഭരദ്വാജ് കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അറസ്റ്റാണ്, രാഷ്ട്രീയ പകപോക്കലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ സംഘർഷ സമാനമായ സാഹചര്യം ഇപ്പോൾ ITO പരിസരത്ത് പ്രകടമാണ്, കാണുന്നുണ്ട്. നിരവധി പോലീസുകാർ ഇപ്പോൾ ITO പരിസരത്തേക്ക് കൂടുതലായി പോലീസുകാർ എത്തിക്കൊണ്ടിരിക്കുന്നു. ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഓരോരുത്തരെയായി ഇപ്പോൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഏതായാലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏതായാലും ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതിയിൽ ഈ വിഷയം ആം ആദ്മി പാർട്ടി ഉന്നയിച്ചു എന്നുള്ളതാണ്. അതായത് ഇന്ന് രാവിലെ തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മുമ്പാകെ ഈ വിഷയം ഉന്നയിച്ചു. എന്നാൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇത് പരിഗണിച്ചില്ല. പകരം ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് ഒരു സ്പെഷ്യൽ ബെഞ്ച് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നുണ്ട്, സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് എന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി സൂചിപ്പിച്ചത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ രാജ്യത്ത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജയിലിലടക്കുന്ന സാഹചര്യമാണ്. ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിച്ചത്. തുടർന്ന് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ്. ആ ബെഞ്ചിന് മുമ്പാകെ പിന്നീട് അഭിഷേക് സിംഗ്വി വിഷയം ഉന്നയിച്ചു. തുടർന്ന് ഇത് പരിഗണിക്കാം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകമായിരിക്കും 3 അംഗ ബെഞ്ച്, സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3 അംഗ ബെഞ്ച് റിട്ട് ഹർജി പരിഗണിക്കുക. രാവിലെ ഈ സ്പെഷ്യൽ ബെഞ്ചിന് മുമ്പാകെ പരിഗണനയ്ക്ക് വന്നത് K കവിതയുടെ, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ BRS നേതാവ് K കവിതയുടെ ജാമ്യാപേക്ഷയായിരുന്നു. എന്നാൽ കോടതി വ്യക്തമാക്കിയത് കീഴ്വഴക്കങ്ങൾ മറികടക്കാൻ കഴിയില്ല, ജാമ്യത്തിനായി സുപ്രീം കോടതിയിലല്ല ഹൈക്കോടതിയിൽ പോകൂ എന്ന നിർദ്ദേശമാണ് നൽകുകയും തുടർന്ന് ജാമ്യം അനുവദിക്കുകയും ചെയ്തില്ല. അങ്ങനെ സുപ്രീം കോടതിയിൽ പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ K കവിതയുടെ അഭിഭാഷകരോട് ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു വശത്ത് നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു, മറുവശത്ത് തെരുവിലെ പോരാട്ടവും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത്
നടക്കുന്നു. ഇപ്പോൾ ഏതായാലും ഈ കസ്റ്റഡിയിലെടുക്കപ്പെട്ടവരിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. മന്ത്രി സൗരഭ് ഭരദ്വാജിനെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് കണ്ടത്. കൂടുതൽ പ്രവർത്തകരെ, ഇപ്പോൾ സംഘടിച്ചെത്തുന്ന കൂടുതൽ പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏതായാലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹി സംഘർഷഭരിതമാണ്. ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരടക്കം സംഘർഷ രംഗത്തുണ്ട്, പ്രതിഷേധ രംഗത്തുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിൽ പോലീസ് ഇടപെടലുണ്ടാകുന്നു. ആം ആദ്മി പാർട്ടി ഓഫീസിലും വലിയ പ്രതിഷേധം നടക്കുന്നു. BJP ഓഫീസുകളിലേക്ക് മാർച്ചുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ദൃശ്യങ്ങളിലേക്ക്